ഇന്ന് മെയ് 12 അന്താരാഷ്ട്ര നഴ്സ് ദിനം. ഓരോ നഴ്സുമാരുടെയും ത്യാഗത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിനം. നിപ്പ എന്ന രോഗത്തെ ചെറുത്തു നിർത്തുന്നതിനിടെ മരണപ്പെട്ട ലിനി എന്ന നഴ്സിനെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയ സ്തൂപം ഈ ദിനത്തിന്റെ ഓർമ്മകളാണ്. വിളക്കേന്തിയ വനിത എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് നഴ്സുമാരുടെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായ നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. രാപ്പകൽ ഭേദമില്ലാതെ ആതുരാലയങ്ങളിലെ പരിചരണമാണ് ഓരോ നഴ്സുമാരെയും വ്യത്യസ്തരാക്കുന്നത്. നിപ വൈറസ് പകർച്ചവ്യാധിയിൽ പകച്ചുനിന്ന കേരളത്തിൽ തന്റെ ആത്മധൈര്യത്താൽ കർമ്മനിരതിയായ ലിനി പുതുശ്ശേരി എന്ന നഴ്സിനെ കേരളം ഒരിക്കലും മറക്കില്ല. ഇന്ത്യയുടെ ഹീറോ എന്നാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ലിനിയെ വിശേഷിപ്പിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പൊട്ടിപ്പുറപ്പെട്ട നിപ എന്ന പകർച്ചവ്യാധിയെ തടയാൻ രോഗികളെ പരിചരിക്കുന്നതിനിടെയാണ് രോഗം പിടിപെട്ട് മരണപ്പെടുന്നത്. ലിനി സിസ്റ്ററിനായി വർഷങ്ങൾക്ക് മുൻപ് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയ സ്തൂപം ഇന്നും ഓരോ നഴ്സുമാരുടെയും ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. പൂന്തോട്ടത്തിനിടയിൽ ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്ന സിസ്റ്റർ ലിനിയുടെ ചിത്രത്തിന് ചുവടെ കോറിയിട്ട വാക്കുകളിൽ ചിതലരിക്കാത്ത ദൃഢമായ ഓർമ്മയാണ് പങ്കുവെക്കുന്നത്. ഓരോ നഴ്സസ് ദിനവും ജില്ലയിലെ നഴ്സുമാരുടെ വാരാഘോഷമായി നടത്തുന്നത് വലിയ ആശ്വാസമാണെന്നും സിസ്റ്റർ ലിനിയുടെ ഓർമ്മകൾ വലിയ കരുത്താണെന്നും സീനിയർ നഴ്സിംഗ് ഓഫീസർ ആൽസമ്മ പറയുന്നു. നഴ്സുമാർ ഒത്തിരി ത്യാഗം അനുഭവിച്ചിട്ട് ജോലി ചെയ്യുന്നവരാണ്. നമ്മളുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല, പിന്നെ നമ്മുടെ കുട്ടികളെ ശരിക്കും നോക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ചാരിറ്റി പോലെയാണ് നമുക്കിത് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഒത്തിരി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നേഴ്സസ് വാരാഘോഷം ഒരാഴ്ച നടത്തുമ്പോൾ അതിന് നമുക്ക് എല്ലാ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരുത്തരെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി വിടുന്നുണ്ട്. അത് നമുക്ക് വളരെ മാനസിക ഉല്ലാസം തരുന്ന ഒരു പരിപാടിയാണ്. നിപ്പ എന്ന മഹാമാരി നമുക്ക് വന്നു, നമ്മുടെ ലിനി അതിൽ നഷ്ടമായി. നമുക്ക് ഒത്തിരി ത്യാഗത്തോടെ അർപ്പണ മനോഭാവത്തോടും കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ തന്നെ മറന്ന് നമ്മളെ ത്യാഗമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ജീവൻ തന്നെ നമുക്ക് നഷ്ടമാകുന്നത്. 22 വർഷമായി ഈ രംഗത്ത് രോഗി പരിചരണത്തിലാണ് വയനാട് സ്വദേശിയായ ആൽസമ്മ. നഴ്സ് ദിനത്തിൽ നടത്തുന്ന ഒരാഴ്ച നീളുന്ന വാരാഘോഷത്തിൽ നഴ്സുമാരുടെ കലാകായിക പരിപാടികൾ നടത്തുമെന്നും കേരളത്തിൽ നിലവിൽ സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാർ സംതൃപ്തരാണെന്നും കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ തലശ്ശേരി ഏരിയ സെക്രട്ടറി ഹേമന്ത് പറഞ്ഞു. ജില്ലയിൽ ടോട്ടലായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഹോസ്പിറ്റലൈസ് ഉണ്ടെങ്കിലും ടോട്ടലായിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നേഴ്സുമാരുടെ പരിപാടികളും ബാക്കിയുള്ള ഒരു നേഴ്സസ് വാരാഘോഷമാണ്. ശരിക്കും നമ്മൾ നേഴ്സസ് ഡേ അല്ല, നേഴ്സസ് വാരാഘോഷമായിട്ട് നമ്മൾ ഒരാഴ്ചത്തെ ആഘോഷങ്ങളാണ് നമ്മൾ നടത്തി വരുന്നത്, ഇത്രയും കാലമായിട്ട് നടത്തി വരുന്നത്. അത് നമ്മൾ കലാ മത്സരങ്ങളും സ്പോർട്സ് മത്സരങ്ങളും പോരാതിന് നമ്മൾ കിസ് കോമ്പറ്റീഷനൊക്കെ ചാരിറ്റി, ഒരു ദിവസം ചാരിറ്റി അടക്കം അങ്ങനെ ഒരു വാരാഘോഷമായിട്ടാണ് നമ്മൾ ആഘോഷിച്ച് വരുന്നത്. നമ്മളെ ഇതിൽ നമ്മൾ ജോലിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് പല പല കഴിവുള്ള ആൾക്കാരുണ്ട്. സ്പോർട്സിലായാലും കലാമത്സരങ്ങളിലായാലും ഒരുപാട് മീൻസ് ഉന്നതിയിലെത്തേണ്ട ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ജോലിയിൽ വന്നിട്ട് നമ്മുടെ എന്താ പറയുക, മുമ്പോട്ട് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല, അങ്ങനെയാണ്. കാരണം നമ്മുടെ കൂടുതൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഇതിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം, ഈ ഒരു വാരാഘോഷമാണ് നമ്മുടെ കലകളെയും നമ്മുടെ കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മീൻസ് പുറത്തെടുക്കാൻ പറ്റുന്ന ദിവസം. സമൂഹത്തിനായി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഓരോ നഴ്സുമാരെയും ഓർമ്മപ്പെടുത്തുന്ന ദിനമാണിന്ന്. നിപ്പ എന്ന ഭീതിയെ സധൈര്യം നേരിട്ട ലിനി എന്ന നഴ്സിനായി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഒരുക്കിയ സ്തൂപമാണിത്. ഈ സ്തൂപത്തിന് മുന്നിൽ നിന്ന് പറയട്ടെ ഓരോ മാലാഖമാർക്കും ബിഗ് സല്യൂട്ട്. ക്യാമറാമാൻ അനീഷ് കൂത്തുപറമ്പലിനൊപ്പം വർഷ ഹരിദാസ്, ന്യൂസ് സൈറ്റ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.